സീസൺ 5 വേദിയിൽ അരങ്ങേറിയ അതിമനോഹരമായ നിമിഷങ്ങൾ കാണാം. വിരുന്ന് വരുന്നതിൽ ആര് വരാനാ കൂടുതൽ ഇഷ്ടം? ഉമ്മ എന്ന ചിത്രത്തിന് വേണ്ടി ബാബുരാജ്മ ക്ഷീണം പേർന്ന് ജിക്കി ആലപിച്ച ഗാനമാണ് താരം അതിമനോഹരമായി ആലപിച്ചത്. പാട്ടിനോടൊപ്പം എക്സ്പ്രഷൻ, ഒരു ഒന്നൊന്നര എക്സ്പ്രഷൻ. വേദിയിൽ മനോഹര ഗാനവുമായി അർജിത എത്തുന്നു. സെബാമോൾ ആലപിച്ച അതിമനോഹരമായ ഗാനം കേട്ടാലോ. 99% അതിഗംഭീരമായിട്ട് പാടും. പാട്ടുകൾ ഇങ്ങനെ സംഗതി ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു വേദിയിൽ മനോഹര ഗാനവുമായി സൂര്യഗായത്രി എത്തുന്നു. വേദിയിൽ അതിമനോഹര പ്രകടനം കാഴ്ചവെച്ച താരത്തെ എഴുന്നേറ്റ് കൈയടിച്ചാണ് വിധികർത്താക്കൾ പ്രശംസിച്ചത്. ഇന്നലെ അരങ്ങേറിയ പ്രകടനങ്ങളുടെ മാർക്കറിയാം. ഇനി അവളുടെ വരവാണ്. കോലത്തെ തമ്പുരാട്ടി. ഉറുമി എന്ന ചിത്രത്തിലെ ഗാനവുമായി എത്തിയ താരക്കുട്ടി 99 മാർക്കാണ് നേടിയത്. തമ്പുരാട്ടിയുടെ മുന്നിൽ ഇങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല. ഞാൻ ഇപ്പോഴും ആ പഴയ കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ശ്രീലക്ഷ്മി വേദിയിലെത്തിയത്. അപ്പൊ ഈ പാട്ടിൽ മോള് സംഗതിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മനോഹര പ്രകടനം കാഴ്ചവെച്ച താരത്തിന് 98 മാർക്കാണ് ലഭിച്ചത്. ഹരിചന്ദൻ ആലപിച്ച മനോഹരമായ ഗാനം കേൾക്കാം. ഭയങ്കര ഇഷ്ടത്തോടെയാണ് പാടിയത് ചിത്ര ചേച്ചി. അതിങ്ങനെ ഗിരീഷ് പുത്തഞ്ചേരി റൗണ്ടിൽ പാടാനെത്തിയ ഹരിചന്ദന 96 മാർക്കാണ് നേടിയത്. കിഴക്കം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ശിവശങ്കർ എത്തിയത്. കാശ്മീരി അല്ല, എന്നാ പിന്നെ കൊച്ചു തൃപ്പൂണിത്തറ ആയിരിക്കും. കൊട്ടാരത്തിലെ പെണ്ണുങ്ങൾക്ക് ഇത്ര നിറം കാണുള്ളൂ. SPBയും KS ചിത്രയും MG ശ്രീകുമാറും ആലപിച്ച ഗാനം മനോഹരമാക്കിയ താരത്തിന് 100 മാർക്ക്. നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു വാക്കാണ് ഫ്ലോട്ടിംഗ് പേപ്പർ. ഈ നിൽക്കുന്ന ശങ്കരു. മീനത്തിന് താലി കിട്ടുന്ന ചിത്രത്തിലെ ഗാനം അതിമനോഹരമാക്കിയ താരത്തിന് 97 മാർക്കാണ് ലഭിച്ചത്. മോളിപ്പോ എത്ര പാട്ട് പാടിക്കണം? ഒരു 7 പാട്ടെങ്കിലും മിനിമം പാടിക്കണം അല്ലേ? ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 വേദിയിൽ അരങ്ങേറിയ അതിമനോഹര നിമിഷത്തിനായി നാം ഏവർക്കും ആകാംക്ഷയോടെ കാത്തിരിക്കാം.